ബാങ്ക് ജീവനക്കാരന്റെ മരണം പോലീസ് അന്വേഷണത്തിൽ വളരെ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തവഞ്ഞാൽ സർവീസ് ബാങ്ക് ജീവനക്കാരനായിരുന്ന മരണപ്പെട്ട അനിൽകുമാറിന്റെ തവഞ്ഞാൽ 44 വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. വിശദമായ ആത്മഹത്യാക്കുറിപ്പുണ്ടായിട്ടും പോലീസ് അന്വേഷണത്തിൽ കാണിക്കുന്ന നിഷ്ക്രിയത്വം മനസ്സിലാവുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിരപരാധിയായ അനിൽകുമാറിന്റെ തലയിൽ ബാങ്കിലെ കുംഭകോണം മുഴുവൻ കെട്ടിവയ്ക്കാനാണ് പ്രതികൾ ശ്രമിക്കുന്നതെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന് മറുപടി നൽകിയത് പ്രതികൾ സ്ഥലത്തില്ല എന്നാണ്. ശക്തമായ അന്വേഷണം നടത്തി ബാങ്കിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരണമെന്നും പ്രതികളെ ശിക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുൻ മന്ത്രി പി കെ ജയലക്ഷ്മി, MG ബിജു തുടങ്ങിയവരും പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇത്രയും വലിയ ഒരു ആത്മഹത്യക്കുറിപ്പുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ശക്തമായ നടപടിയും അറസ്റ്റും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇവിടെ പ്രതികൾ CPM-ന്റെ നേതാക്കന്മാരായതുകൊണ്ടാണ് പോലീസ് അറച്ചു നിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഏതായാലും ഇങ്ങനെ നിരപരാധിയായ ഒരു ആളിൻ്റെ തലയിൽ ഈ ബാങ്കിൽ നടക്കുന്ന എല്ലാ കുംഭകോണങ്ങളും കെട്ടിവെച്ചിട്ട് ഇയാളെ ആത്മഹത്യയിലേക്ക് നയിച്ച ആളുകളുടെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്യണം, അവരുടെ പേരിൽ നിയമ നടപടികൾ ഉണ്ടാകണം. ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിന് മറുപടിയായി വന്നത് സ്ഥലത്തില്ല എന്നാണ്. ഇവരിവിടെയൊക്കെ തന്നെ സ്ഥലത്തുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഏതായാലും ഇത് ശക്തമായി അന്വേഷിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ക്രമക്കേടുകൾ മുഴുവൻ അന്വേഷിച്ചാൽ മതിയാവും. ഇത് വെറുതെ വിടാൻ പോകുന്ന പ്രശ്നമില്ല. ഏതായാലും ഈ ഗവൺമെന്റ് ഇനി 500 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞൊരു ഗവൺമെന്റ് ഇവിടെ വരുമല്ലോ. ഇത് അന്വേഷിക്കുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഭാവിയിൽ നമ്മളിത് അന്വേഷിക്കുകയും ചെയ്യും. ആരും വെറുതെ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ദ്വാരക സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി വൈഷ്ണവ് ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷണത്തിൽ വന്ന വീഴ്ചയെക്കുറിച്ച് അന്വേഷിച്ച് പ്രശ്നത്തിൽ ഇടപെടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വൈഷ്ണവിന്റെ തരുവണ പാലയാണയിലുള്ള വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്കുറിപ്പിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി നൽകിയ നിവേദന പ്രകാരം തുടർ നടപടികൾക്ക് പരിശ്രമിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. 2 മാസം മുമ്പാണ് +1 വിദ്യാർത്ഥിയായ വൈഷ്ണവ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. തീർച്ചയായിട്ടും അതറിഞ്ഞാണ് ഞാനിവിടെ വന്നത്. ഏതായാലും ഈ വൈഷ്ണവ് എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് ഞാൻ വായിച്ചു. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. പോലീസ് ഇക്കാര്യത്തിൽ കള്ളക്കളി കളിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എനിക്ക് കിട്ടിയ വിവരം. ഏതായാലും ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇടപെടും. ഇതിന് സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിരാഹാര സമരത്തിന് തുനിയുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ലെന്നും പെൺകുട്ടിയുടെ പിതാവ് വയനാട് വിഷനോട് പറഞ്ഞു. വയനാട് വിഷനാ? അതെ അതെ അതെ. പോലീസ് അറിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാത്താണെന്നാണോ നിങ്ങളുടെ ആക്ഷേപം? എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. എന്താന്ന് വെച്ചാല് ഒരാഴ്ചയിലേക്ക് ഇവരിങ്ങനെ പോലീസ് അന്വേഷിക്കുന്നു. എന്തുകൊണ്ട് പോലീസ് ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? അവർ എവിടെ പോയി എന്നുള്ളത് പോലീസ് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നില്ല. ഒരാഴ്ചയായിട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങള് ഉടനെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനും എന്റെ ഭാര്യയും കൂടി പോയിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ മരിക്കും വരെ നിരാഹാരം കിടക്കും. അങ്ങനെയാണ് ഞങ്ങളെ തീരുമാനം. പോലീസ് ഇതാ കാണിക്കുന്ന ഒരാഴ്ചയിലെ പരാതി കൊടുത്തിട്ട് പോലീസ് പോയി അറസ്റ്റ് ചെയ്യാത്തുണ്ട്. പോലീസിന് ഞങ്ങൾ പരാതി കൊടുത്ത് പോലീസ് എല്ലാം ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞതാണ് പോലീസ് പോയത്. 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യാന്ന് വരെ പറഞ്ഞു. പക്ഷെ ഇത് എത്ര ദിവസമായി? എന്നിട്ടും ഇന്നിപ്പോ ഞായറാഴ്ചയായി. ഇത്ര ദിവസമായിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അത് കാരണം എനിക്കൊരു സംശയമുണ്ട്. പോലീസ് ഇവരുടെ പൈസേന്റെ പുറത്ത് എങ്ങാനും പോലീസും വീണോ എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. വടക്കനാട് കൊമ്പൻ തിരിച്ചെത്തി 38 ദിവസം പിന്നിട്ടു. ആനയെ പിടികൂടാനാകാതെ വനം വകുപ്പ്. കൊമ്പന്റെ ശല്യത്താൽ നട്ടം തിരിഞ്ഞ് വടക്കനാട്ടെ കർഷക ജനത. വടക്കനാട് കൊമ്പനെ പിടികൂടാതായതോടെ വടക്കനാട് പ്രദേശത്തെ കർഷക ജനത തീരാ ദുരിതത്തിലായിരിക്കുന്നു. വടക്കനാട് നിന്നും കർണാടക വനത്തിലേക്ക് പോയ കൊമ്പൻ 6 മാസത്തിനു ശേഷം ഇക്കഴിഞ്ഞ ഡിസംബർ 24 രാത്രിയാണ് വടക്കനാട് തിരിച്ചെത്തിയത്. അന്നു മുതൽ തന്നെ കൊമ്പൻ കൃഷിയിടത്തിലിറങ്ങി വിളകൾ നശിപ്പിക്കാനും തുടങ്ങി. 2 പേരെ കൊന്ന ആനയായതിനാൽ ഇതിനെ തുരത്താനും കർഷകർക്ക് ഭയമാണ്. കൊമ്പനെ പിടികൂടാൻ സർക്കാർ ഉത്തരവുണ്ടായിട്ടും ആനയെ പിടികൂടാത്തതിൽ കർഷകർക്കിടയിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. കൊമ്പൻ കൃഷിയിടത്തിൽ ഇറങ്ങാതിരിക്കാൻ റേഡിയോ കോളർ സഹായത്തോടെ ആനയെ നിരീക്ഷിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ എടുത്തിട്ടും വനം വകുപ്പിന് ആനയെ തുരത്താൻ കഴിയുന്നില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഈ വടക്കനാട് കൊമ്പൻ എന്ന കൊലയാളി ആനയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ട്. ഗവൺമെൻറ് തലത്തിൽ ഓർഡർ ഇറങ്ങിയിട്ട് അത് ഇതുവരെയും ഇവിടുത്തെ വനം വകുപ്പ് നടപ്പിൽ വരുത്തിയിട്ടില്ല. ഒന്നെങ്കിൽ DFOയുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിവുകേട്.
അതുമല്ലെങ്കിൽ അദ്ദേഹം ഗവൺമെൻറ്റിന് മീതെ അല്ലെങ്കിൽ മന്ത്രി പറയുന്ന അനുസരിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള രീതിയിലാണ് ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 37ഓളം ദിവസമായിട്ട് ഈ ആന ഇവിടെയുള്ള കൃഷിയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ മാറി മാറി കയറി ഇറങ്ങി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതുവരെയും ഇതിനെ തടയിടാൻ വേണ്ടി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞിട്ടില്ല എന്നത് വനം വകുപ്പിൻ്റെ ഗൗരവതരമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ വീഴ്ചയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ രീതിയിൽ അങ്ങോട്ട് മുൻപോട്ട് പോകാനായിട്ട് പറ്റില്ല. ഈ കൊലയാളി ആനയെ ഇവിടെ നിന്ന് മയക്കുവീട് വെച്ച് നീക്കം ചെയ്യുക എന്നത് ഞങ്ങൾ ആദ്യം മുതൽ ഉന്നയിക്കുന്നൊരു കാര്യം, ഗൗരവമായി കാണേണ്ടതാണ്. കാരണം ആനയുള്ളതുകൊണ്ട് വേറെ ഏത് ആന കൃഷിയിടത്തിൽ വന്നാലും അതിനെ ഓടിക്കാൻ പറ്റാത്ത, ജനങ്ങൾക്ക് തുരത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. വനം വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ആനയെ പിടികൂടാത്തതിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. വന്യമൃഗശല്യം രൂക്ഷമായതോടെ ക്ഷീരകർഷകർ ഉൾപ്പെടെ സാധാരണ ജനങ്ങൾ ഭീതിയിലും ദുരിതത്തിലുമാണ്. നൂൽപ്പുഴയിൽ മേയാൻ കിട്ടിയ കറവ് പശുവിനെ വന്യജീവി കൊന്നു. തോട്ടാമൂല പങ്കളം PV ബാലന്റെ പശുവിനെയാണ് വന്യജീവി ആക്രമിച്ചു കൊന്നത്. വയലിൽ മേയാൻ വിട്ടിരുന്ന 5 വയസ്സുള്ള പശുവാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. പശുവിനെ ആക്രമിച്ചു കൊന്നത് കടുവയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനപാലകർ സ്ഥലത്തെത്തിയില്ലെന്നും ആക്ഷേപമുണ്ട്. കാട്ടിക്കുളത്ത് പുലി ആടിനെ ആക്രമിച്ചു. അപ്പപ്പാറ കാരമാട് കോളനിയിലെ ജോഗിയുടെ വീടിനോട് ചേർന്നുള്ള വയലിൽ മേയാൻ വിട്ട ആടിനെയാണ് ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. ആടിൻ്റെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട്. മുൻപ് പ്രദേശത്ത് 2 ആടുകളെ പുലി കൊന്നിരുന്നു. എന്നാൽ ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നാണ് ജോഗി പറയുന്നത്. ഒരാഴ്ചയായി പ്രദേശവാസികൾ പുലിഭീതിയിലാണ്. വളർത്തുമൃഗങ്ങളെ വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നതോടെ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ വഴിമുട്ടിയിരിക്കുകയാണ്. ഒരു ആട്, ഒരു കോഴി, ഒരു കന്നുകാലി, ഇതിനെല്ലാം പോറ്റിച്ചല്ലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഇത് എല്ലാം പിന്നെ വയലിലെ മേയാ. എവിടുന്നാ പിടിച്ചത്? ഇതാ അവിടെ ആ വയലിൽ. എപ്പോ? ഇന്നലെ. ഇത് ഇനി ആ 2 അവിടെ തന്നെ പിടിച്ചതാ, ആ ഓണത്തിന് മുമ്പേ. മേപ്പാടി ഹാരിസൺ മലയാളം അരപ്പറ്റ എസ്റ്റേറ്റിന്റെ ഭാഗമായ NC ഡിവിഷനിൽ ബംഗ്ലാവിന് സമീപത്തെ കർപ്പൂരക്കാട്ടിൽ തീപിടുത്തം. ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. 1 ഏക്കറോളം അടിക്കാടുകൾ കത്തി നശിച്ചു. കൽപ്പറ്റയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടടുത്താണ് തീ ആളിപ്പടരുന്നത് സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ ഉടൻ തന്നെ എസ്റ്റേറ്റ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ കൽപ്പറ്റ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. എപ്പോഴാണ് നിങ്ങളിത് കണ്ടത്? ഫീൽഡ് ഓഫീസർ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ ഓടി വന്നു. ഇപ്പോൾ അവർ ഫയർഫോഴ്സിനെ അറിയിച്ചല്ലേ? സ്റ്റേഷൻ ഓഫീസർ KM ജോമി, ലീഡിംഗ് ഫയർമാൻ I ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥലത്തെത്തുകയും തീ കെടുത്തുകയും ചെയ്തു. എസ്റ്റേറ്റ് വിറകിന് വേണ്ടി കർപ്പൂരം വെച്ചുപിടിപ്പിച്ചിട്ടുള്ള പ്രദേശത്തെ അടിക്കാടുകളാണ് 1 ഏക്കറയോളം വിസ്തൃതിയിൽ ഇതിനകം കത്തിയത്. ഫയർഫോഴ്സിന്റെ ജാഗ്രത കൊണ്ട് കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് തടയാൻ കഴിഞ്ഞു. ആരോ അശ്രദ്ധമായി വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റിയിൽ നിന്നോ മറ്റോ തീ പടർന്നതാകാം കാരണമെന്ന് കരുതപ്പെടുന്നു. വയനാട് വിഷൻ, മേപ്പാടി. ബാണാസുര ഡാം ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിൽ വിനോദസഞ്ചാരികൾക്ക് ആവശ്യത്തിന് സുരക്ഷയില്ലെന്ന പരാതി ഉയരുന്നു. വെള്ളത്തിലും കരയിലും നിരവധി സാഹസിക ടൂറിസം പ്രൊജക്റ്റുകളുള്ള കേന്ദ്രത്തിൽ നിലവിലുള്ള ലൈഫ് ഗാർഡിനെ പോലും പുറം ജോലിക്കായി നിയോഗിച്ചിരിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 2 അപകടങ്ങളാണ് കേന്ദ്രത്തിലുണ്ടായത്. 1 മാസം മുമ്പാണ് ബാണാസുര ഡാം ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിൽ കയാക്കിംഗ് ബോട്ട് മറിഞ്ഞ 4 പേർ വെള്ളത്തിൽ വീണത്. ഇവർക്ക് നീന്തൽ അറിയാവുന്നതിനാൽ കരയിലേക്ക് നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ സ്പീഡ് ബോട്ടിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ ബോട്ട് ജെട്ടിക്ക് തീപിടിച്ച ബോട്ട് ഡ്രൈവർക്ക് പൊള്ളലേറ്റിരുന്നു. ഡ്രൈവറിന്റെ മുകളിൽ തന്നെ പെട്ടെന്ന് കത്തിയായിരുന്നു. ആ പെട്ടെന്ന് പൊട്ടിയ സംഭവത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് ചാടി. എന്നിട്ട് ചാടിയപ്പോൾ ലൈഫ് ബോട്ടോ എക്സ്റ്റൻഷൻ അടിക്കാനോ അവിടെ ഒരാളുണ്ടായിരുന്നില്ല. എല്ലാവരും നോക്കിയിരിക്കായിരുന്നു. ലൈഫ് ബോട്ട് മൊത്തം, ലൈഫ് ജാക്കറ്റ് മൊത്തം അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ നീന്തായിരുന്നു. അറിയപ്പെടാതെയും കേന്ദ്രത്തിൽ നിരവധി അപകടങ്ങൾ നടക്കുന്നതായി പറയപ്പെടുന്നു. എന്നാൽ നിത്യേന ശരാശരി 2000-ഓളം സഞ്ചാരികളെത്തുന്ന ബാണാസുരയിൽ ആവശ്യത്തിന് സുരക്ഷകളൊന്നും ബന്ധപ്പെട്ടവർ ഒരുക്കുന്നില്ലെന്നും പരാതി ശക്തമാണ്. കയാക്കിംഗ്, സ്പീഡ് ബോട്ട്, വാട്ടർ സൈക്കിൾ, വാട്ടർ സോർബ് തുടങ്ങിയ വെള്ളത്തിലൂടെയുള്ള വിനോദോപാധികൾ കേന്ദ്രത്തിലുണ്ട്. സിപ്ലൈൻ, കുതിരസവാരി തുടങ്ങിയ കരയിലെ സാഹസിക ടൂറിസം ഉപകരണങ്ങളും കേന്ദ്രത്തിലുണ്ട്. എന്നാൽ സഞ്ചാരികൾക്ക് അപകടം വന്നാൽ യാതൊരു സുരക്ഷാ മുന്നൊരുക്കവും കേന്ദ്രത്തിലില്ല. പ്രാഥമിക ചികിത്സാ സൗകര്യം, ആംബുലൻസ്, വിശ്രമകേന്ദ്രം ഇവയൊന്നും തന്നെ കേന്ദ്രത്തിലില്ല. വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടുത്തുന്നതിനായി 2 ലൈഫ് ഗാർഡിനെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഇവരെയും പല ജോലികൾക്കായി നിയോഗിക്കുകയാണ്. ചുരുക്കത്തിൽ അപകടം സംഭവിച്ചാൽ സ്വയം ജീവൻ രക്ഷിക്കാൻ അറിയുന്നവർ മാത്രം കേന്ദ്രത്തിലെത്തിയാൽ മതിയെന്ന നിലപാടാണ് അധികൃതർക്കെന്നും ആക്ഷേപമുണ്ട്. അപകടം
സംഭവിച്ചാൽ അതിൻ്റെ കൃത്യമായ വിവരം നൽകുന്ന ഫയർ റെസ്ക്യൂസിനടക്കമുള്ള സംവിധാനങ്ങളൊന്നും തന്നെ പടിഞ്ഞാറത്തറയിലെ ബാണാസുര സാഗർ ഡാം പ്രദേശത്ത് ഇല്ല എന്നുള്ളത് സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അപകടത്തിൽപ്പെടുന്ന സഞ്ചാരികളുടെ വിവരം പുറത്തു പറയാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ചുറ്റുപാടും വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമെന്നുള്ള നിലക്ക് തന്നെ വെള്ളത്തിൻ്റെ ആഴം അറിയിച്ചുകൊണ്ടോ അപകട മേഖല അറിയിച്ചുകൊണ്ടുള്ള ബോർഡോ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട അധികൃതർ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ ബോട്ടിന് തീ പിടിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഈ പുറത്തു വന്നപ്പോൾ ആണ് ജനങ്ങൾ അറിയുന്നത്. അവിടെ ഉത്തരവാദപ്പെട്ട ഇതിൻ്റെ അധികൃതർ കൃത്യമായ അനാസ്ഥ അവിടെ കാണിക്കുന്നു. വയനാട് വിഷൻ വെള്ളമുണ്ട. വനം വന്യജീവി വകുപ്പ് സൗത്ത് വയനാട് ഡിവിഷൻ ചെതലയം റേഞ്ചിൻ്റെയും ഹാർഡി ഡേവിസൺ ബുള്ളറ്റ് ബൈക്ക് ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ കാട്ടുതീ ബോധവൽക്കരണ ബുള്ളറ്റ് റാലി സംഘടിപ്പിച്ചു. ബത്തേരി അസംഷൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി കുറുവാദ്വീപിൽ അവസാനിക്കും. ബത്തേരി മുനിസിപ്പൽ കൗൺസിലർ ബാബു അതിറുമാൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ചെതലയം ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ വി രതീശൻ, കുറിച്ചാട് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പി രതീശൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ശശികുമാർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. നമുക്കറിയാം, അതിരൂക്ഷമായിട്ടുള്ള വരൾച്ചയുടെ ഭാഗമായി നമ്മുടെ വയനാട് ജില്ല മൊത്തത്തിൽ ഒരു തുള്ളി വെള്ളം ലഭിക്കാത്ത രൂപത്തിലേക്കുള്ള വലിയ പ്രതിഭാസം നമ്മളെ വയനാട് ജില്ലയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഉണ്ടായി. എന്നാൽ തുടർന്ന് വലിയ വെള്ളപ്പൊക്കമായിരുന്നു രണ്ടാമത് നമ്മൾ കാണാനുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകൾ വലിയ ദുരിതം ഈ കേരളത്തിൽ അങ്ങോളം അനുഭവിച്ചിട്ടുള്ള ഒരു വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മുടെ പരിസ്ഥിതി വലിയ രൂപത്തിൽ പരിസ്ഥിതി ആഘാതം ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മളെ ലോകത്തിലും അതിന്റെ ഭാഗമായി നമ്മുടെ വയനാട്ടിലും കേരളത്തിലും ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രതിസന്ധികളിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവരെ കൈപിടിച്ചുയർത്താൻ നാം മുന്നിലുണ്ടാവണമെന്ന് സംസ്ഥാന മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റും മുൻ MLA-യുമായ സി മോയിൻകുട്ടി. ദമാം ബാംഗ്ലൂർ KMCC-കളുടെ സംയുക്താഭിമുഖ്യത്തിൽ കാലം അതിജീവനം ചെറുത്തുനിൽപ്പ് എന്ന പ്രമേയവുമായി പ്രളയരോഗ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ വീട് നിർമ്മിക്കാനും രോഗചികിത്സയ്ക്കും മറ്റുമായി 40 ലക്ഷം രൂപ കൈമാറി. ബാംഗ്ലൂർ KMCC ജനറൽ സെക്രട്ടറി നൌഷാദ് MK അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീമ, വൈസ് പ്രസിഡന്റ് A പ്രഭാകരൻ മാസ്റ്റർ, മാനന്തവാടി മുനിസിപ്പൽ ചെയർമാൻ VR പ്രവീജ് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. നമുക്കറിയാം, രാഷ്ട്രീയ പ്രവർത്തകന്റെ ദൗത്യമല്ല. ആ ദൗത്യം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം. അധികാരത്തിലുള്ള ആളുകളെ താഴെയിറക്കലാണ് പ്രതിപക്ഷത്തിന്റെ ബാധ്യത എന്ന് വിശ്വസിക്കുന്നു. പ്രതിപക്ഷത്തുള്ളവർ എന്ത് ചരട് വലിച്ചും അധികാരത്തിലേറാൻ വേണ്ടി പ്രയാസപ്പെടുന്ന സാഹചര്യം അതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം ജനങ്ങളുടെ കണ്ണുനീരപ്പാനാണ്, അവരുടെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങാനാണ്, അവരുടെ പ്രയാസങ്ങളിൽ പങ്കുവഹിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്നല്ല, അതിന്റെ സംസ്ഥാപന കാലം മുതൽ തന്നെ വളരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോയി. കർലാട് ചിറ കാണാൻ സഞ്ചാരികൾക്ക് നൂൽപാലം കടക്കണം. ഇടുങ്ങിയ പാലം വലിയ വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. പാലം പുതുക്കി പണിയണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. എന്നിട്ടും അധികൃതർ അവഗണിക്കുന്നതായാണ് ആക്ഷേപം. കർലാട് ചിറയിലേക്കുള്ള റോഡിലെ പാലം പുതുക്കി പണിയണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. HS 10 മൈൽ റോഡിൽ കാപ്പുവയലിൽ നിന്നാണ് ചിറയിലേക്ക് തിരിയുന്ന റോഡ്. ഈ ഭാഗത്തുള്ള പാലം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. വീതി കുറഞ്ഞ പാലത്തിലൂടെ പോകാൻ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളിലെ ഡ്രൈവർമാർ മടിക്കുകയാണ്. വലിയ വാഹനങ്ങൾ ഈ ഇടുങ്ങിയ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ വശങ്ങൾ ഉരയുന്നത് പതിവായി. അതുകൊണ്ട് തന്നെ ഇതിലൂടെ കടന്നുപോകാൻ വലിയ വാഹനങ്ങൾ മടിക്കുന്നു. കാലപ്പഴക്കം കാരണം കൈവരികളും തകർന്നിട്ടുണ്ട്. സ്ലാബിൽ വലിയ മരം മുളച്ചു പൊന്തിയതോടെ ഇതിൻ്റെ വേരുകൾ കടന്നു പോകുന്ന ഭാഗമെല്ലാം വിണ്ടുകീറി തുടങ്ങി. അതോടെ വലിയ വാഹനങ്ങൾ പാലത്തിലൂടെ പോകുന്നത് വൻ ഭീഷണിയായി. ഇവിടെ സ്ഥാപിച്ച സൂചന ബോർഡും കാലപ്പഴക്കം കാരണം വായിച്ചെടുക്കാൻ കഴിയാത്ത നിലയിലാണ്. ബാണാസുര ഡാമിലേക്കുള്ള ഒട്ടുമിക്ക വാഹനങ്ങളും ഇതുവഴിയാണ് പോകുന്നത്. ചിറയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വലിയ ബോർഡുകളും സുരക്ഷിത പാതയും ഈ കേന്ദ്രത്തിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം കൂട്ടുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതായാണ് ആക്ഷേപം. കർണാട് ലേക്കിലേക്ക് പോകുന്ന പാലം, ആ പാലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നതാണെങ്കിൽ വളരെ ഡേഞ്ചറാണ്. കാരണം വളരെ ഇടുങ്ങിയൊരു പാലമാണ്. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമല്ല, കാലപ്പഴക്കം കൊണ്ട് ആ പാലം ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. അപ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉടൻ ആ കാര്യത്തിൽ ഒരു ഇടപെടലുണ്ടായി ആ പാലം പുനർനിർമ്മിക്കണമെന്നാണ് ഈ പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സിജു, വയനാട് വിഷൻ, പടിഞ്ഞാറത്തറ. പൊങ്ങിണി ശ്രീ പരദേവതാ ഭദ്രകാളി പുള്ളിമാലമ്മ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു.
ഉത്സവത്തിൻ്റെ 3ാം ദിവസമായ ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല സമർപ്പണം നടന്നത്. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഉത്സവനാളുകളിൽ എല്ലാ വർഷവും പൊങ്കാല സമർപ്പണം നടത്താറുണ്ട്. നിരവധി പേരാണ് ഇത്തവണയും പൊങ്കാല സമർപ്പണത്തിന് ക്ഷേത്രത്തിലെത്തിയത്. തോണിച്ചാൽ പൈങ്ങാട്ടിരി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. ജനുവരി 27 തുടങ്ങിയ യജ്ഞം ഫെബ്രുവരി 3 ആണ് തീർന്നത്. യജ്ഞാചാര്യൻ കോഴിക്കോട് AK B നായരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് ഫെബ്രുവരി 1 രുക്മിണി സ്വയംവരം ചടങ്ങും നടന്നു. സമാപന ദിവസമായ ഇന്ന് പാരായണ സമർപ്പണം, അവഭൃദ്യ സ്നാനം, ആചാര്യദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം തുടങ്ങിയവയും നടന്നു. എല്ലാ ദിവസവും അന്നദാനവും നടന്നിരുന്നു. നാരായണോ ഋഷികേശോ ഭഗവാൻ സാത്വതാമ്പതി അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതപ്രഭവാപ്യയം ജ്ഞാനം ജഗതുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംഹിതം. അമ്പലവയൽ കൊളകപ്പാറ റോഡിലെ കുഴികൾ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. താഴെ 1000 കൊല്ലി ഇറക്കത്തിൽ റോഡിന്റെ അരികു ചേർന്നാണ് 2 വലിയ കുഴികളുള്ളത്. പലപ്പോഴും ഈ കുഴികൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. കുഴിയിൽ അകപ്പെടാതെ വാഹനം വെട്ടിച്ചെടുക്കാനുള്ള ശ്രമം പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇടവച്ച് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു. യാത്രക്കാർക്ക് നിസ്സാരമായ പരിക്കേറ്റു. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ കുഴികൾ അടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് എത്രയും പെട്ടെന്ന് നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമ്പലവയൽ കൊളകപ്പാറ റോഡിൽ 100 കണക്കിന് വാഹനങ്ങൾ ടൂറിസ്റ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന ആ പ്രദേശത്ത് 1000 കൊല്ലി വളവിൽ ഇടക്കൽ ഗുഹയിലേക്ക് തിരിയുന്ന വഴിയിൽ വളവിൽ അഗാധമായ 2 കുഴികൾ രൂപപ്പെട്ടിട്ട് ആഴ്ചകളായി. എന്നാൽ ബന്ധപ്പെട്ട അധികാരികൾ അത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ദിവസം പ്രതി അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ PWD അധികാരികൾ കുറച്ച് കോറി വേസ്റ്റ് ആണെങ്കിലും കൊണ്ടിട്ട് അവിടെ നിന്ന് ലെവലാക്കുന്നതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനി അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ഗൗരവമായി PWD അധികൃതർ എടുക്കണമെന്നാണ് അഭിപ്രായം. വെള്ളമുണ്ട വിജ്ഞാൻ ലൈബ്രറിയും ക്ഷീരവികസന വകുപ്പും സംയുക്തമായി ക്ഷീരകർഷകർക്കായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ക്ഷീരമേഖലയിലെ വിവിധ പ്രശ്നങ്ങളെപ്പറ്റിയും പദ്ധതികളെപ്പറ്റിയും ചർച്ച ചെയ്ത സെമിനാർ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് KK ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ക്ഷീരവികസന വകുപ്പ് ഓഫീസർ EM പത്മനാഭൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വെള്ളമുണ്ട ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് PT മത്തായി, PJ ആന്റണി, M ശശി മാസ്റ്റർ, M സഹദേവൻ മാസ്റ്റർ തുടങ്ങിയവരും സംസാരിച്ചു. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡ് ഗ്രാമസഭാ യോഗം മെമ്പർ ഹാരിസ് കണ്ടിയൻ ഉദ്ഘാടനം ചെയ്തു. ജേക്കബ് മാസ്റ്റർ, ബിനു വർക്കി, സിസ്റ്റർ സിനി തുടങ്ങിയവർ സംസാരിച്ചു. 2019-20 വർഷത്തേക്കുള്ള വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനും തൊഴിലുറപ്പ് പദ്ധതി ആക്ഷൻ പ്ലാൻ അംഗീകരിക്കുന്നതിനു വേണ്ടിയാണ് ഗ്രാമസഭാ യോഗം ചേർന്നത്. നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത മാനന്തവാടി പഴശ്ശി പാർക്കിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സംഘടിപ്പിച്ച നാടോടി അനുഷ്ഠാന കലകളുടെ കേരളീയ കലാരൂപങ്ങളുടെയും മഹോത്സവം ഉത്സവം 2019 ആസ്വാദകർക്ക് നവ്യാനുഭവമായി മാറി. DTPC വർഷം തോറും സംഘടിപ്പിക്കുന്ന ഉത്സവിന്റെ ഭാഗമായാണ് ഇത്തവണ പ്രകൃതി രമണീയമായ പഴശ്ശി പാർക്കിലെ തുറസായ വേദിയിൽ കലാപരിപാടികൾ അരങ്ങേറിയത്. മധ്യകേരളത്തിലെ പറയ സമുദായങ്ങളുടെ വീടുകളിലും കാവുകളിലും കെട്ടിയാടുന്ന പാക്നാർ സമുദായത്തിന്റെ മരംകെട്ടിനൊപ്പം പാട്ടുകൾ പാടിയും കൊട്ടിയും അവതരിപ്പിക്കുന്ന വട്ടമുടി ധാരികവധത്തിന് ശേഷം പുറപ്പെട്ട കാളിക്ക് കോപം വർദ്ധിച്ചപ്പോൾ ശിവഭഗവാന്റെ നെഞ്ചത്ത് നൃത്തമാടിയെന്ന് വിശ്വസിക്കുന്ന ദേവപ്രീതിക്കും വഴിപാടുകൾക്കുമായി കെട്ടിയാടുന്ന കരിങ്കാളി, കാസർഗോഡ് ജില്ലയിലെ ആദിവാസി വിഭാഗമായ മാവില സമുദായം കല്യാണ നാളുകളിൽ മറ്റ് ആഘോഷവേളകളിലും തുടി, ചീനി എന്നിവയുടെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്ന തനത് നൃത്തരൂപമായ മംഗലംകളി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രചാരത്തിലുള്ള തനത് കലാരൂപമായ പരുന്തുകളി എന്നിവയെല്ലാം ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി മാറി. സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന നാടൻ പാട്ടുകൾ ഗായകർക്കൊപ്പം പാടിയും ഹർഷാരവും മുഴക്കിയുമാണ് കലാപ്രേമികൾ പരിപാടി ആസ്വദിച്ചത്.
കൽപ്പറ്റ എമിലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KA രമേശിന്റെ നേതൃത്വത്തിലുള്ള ഉണർവിലെ 16-അംഗ സംഘമാണ് പരിപാടികൾ അവതരിപ്പിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടനം OR കേളു MLA നിർവഹിച്ചു. വിവിധ പ്രശ്നങ്ങൾക്കാണ് ഗവൺമെന്റ് ഊന്നൽ നൽകുന്നത്. തൊഴിൽ മേഖലകൾ സംരക്ഷിച്ചുകൊണ്ടും. നഗരസഭാ ചെയർപേഴ്സൺ VR പ്രവീജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. DTPC മെമ്പർ സെക്രട്ടറി B ആനന്ദ്, പാർക്ക് മാനേജർ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. KA രമേശിനെ ചടങ്ങിൽ MLA പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.